പ്രിയപ്പെട്ട ദൈവത്തിന് ഞാൻ ചെകുത്താൻ എഴുതുന്നു. ഈ ഭൂമിക്ക് ബാധിച്ച അർബുദമാണ് നിന്റെ പ്രിയപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ. അവർക്ക് മാത്രം നീ സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകി. അതുപയോഗിച്ച് അവർ ഒന്നിക്കുന്നതിന് പകരം ഭിന്നിക്കാൻ ശീലിച്ചു. അവർ ഈ ഭൂമിയെ വെട്ടിമുറിച്ച് ദേശങ്ങളാക്കി. ദേശങ്ങൾക്ക് ഭാഷകൾ സൃഷ്ടിച്ചു. ഓരോ ഭാഷയിലും അവർ നിന്നെ ഓരോ പേരിലും വിളിച്ചു. ആ ഓരോ പേരിനെയും ചുറ്റപ്പെട്ട് ഓരോ വിഭാഗങ്ങളുണ്ടായി. നിന്റെ വചനങ്ങൾ എന്ന പേരിൽ അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. അവയിൽ തിന്മയുടെ മുഖമായി എന്നെ പ്രതിഷ്ഠിച്ചു. അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ വിശ്വസിച്ചു, പ്രചരിപ്പിച്ചു. മറ്റ് വിഭാഗങ്ങളെ അടിച്ചമർത്തി തങ്ങളിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിലെൻ്റെ തെറ്റെന്ത്? അവർ അവതാരങ്ങളെയും ദൈവപുത്രന്മാരെയും പ്രവാചകരെയും സൃഷ്ടിച്ചു. പൂക്കളെയും വർണ്ണങ്ങളെയും ജീവജാലങ്ങളെയും എന്തിന് മുഖത്തുള്ള രോമങ്ങളെപ്പോലും അവർ കക്ഷി ചേർത്തു. മതഗ്രന്ഥങ്ങളിൽ വിഭാവനം ചെയ്യുന്നത് പോലെ ജീവിച്ചാൽ മരണാനന്തരം സ്വർഗം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. അങ്ങനെ അവർ മതമെന്ന ആശയത്തെ സൃഷ്ടിച്ചു. അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിനെ വിശുദ്ധ യുദ്ധമെന്ന് വിളിച്ചു. ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അതിനായി ഇറങ്ങിത്തിരിച്ചു. നിന്റെ പേരിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കാരണക്കാരനായി പറഞ്ഞത് എന്നെ. മതം എന്ന ഭ്രാന്തൻ വിത്തിനെ അവർ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വളർത്തിക്കൊണ്ടേയിരുന്നു. മനുഷ്യരല്ലാത്ത എത്ര ജീവജാലങ്ങളാണ് നിന്റെ വിശുദ്ധ യുദ്ധത്തിൽ ഒന്നുമറിയാതെ ജീവൻ പൊലിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ അവർ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നു. ഈ മനോഹരമായ ഭൂമിയിലെ ജീവിതത്തെക്കാൾ അവർ ആഗ്രഹിക്കുന്നത് മരണാനന്തരം കിട്ടുന്ന സ്വർഗത്തെയാണ്. മരിക്കാനായി ജീവിക്കുന്ന വിഡ്ഢികൾ. ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളും വിശപ്പിനായി വേട്ടയാടുമ്പോൾ നിന്റെ മനുഷ്യൻ മാത്രം അധികാരത്തിനും മതഭ്രാന്തിനുമായി വേട്ടയാടുന്നു. ഇതുവരെയും എൻ്റെ പേരുകൾ ചൊല്ലി ആരും മരിച്ചിട്ടില്ല. എന്നിട്ടും നീ നന്മയും ഞാൻ തിന്മയും. നിന്റെ പേരിൽ നടന്ന എല്ലാ യുദ്ധങ്ങളുടെയും മരണങ്ങളുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരുന്നു. അത് എൻ്റെ ത്യാഗമായിരുന്നു. ഇനി മതി. ഇന്നു മുതൽ ചെകുത്താൻ എന്ന സങ്കല്പം മനുഷ്യ മനസ്സിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയാണ്. നിന്റെ പേരിൽ പൊലിയുന്ന ഓരോ ജീവന്റെയും ഉത്തരവാദിത്വം നിനക്ക് മാത്രമായിരിക്കും. അതിനാൽ ഇതെൻ്റെ രാജിക്കത്തായി കണ്ട് എന്നെ എൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നും മുക്തനാക്കാൻ ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. സത്യവും നീയേ, അസത്യവും നീയേ, ന്യായവും നീയേ, അന്യായവും നീയേ. ധർമ്മവും നീയേ, അധർമ്മവും നീയേ. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവും നീയേ, ചെകുത്താനും നീയേ. എന്ന് സ്വന്തം.